നമസ്കാരം. ഞങ്ങളിന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ലീഗൽ അസിസ്റ്റൻ്റ് പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ ഞങ്ങളുടെ പ്രിയ ഉദ്യോഗാർത്ഥി അനുരാജിനെ പരിചയപ്പെടാനും അനുരാജിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും അനുരാജിന് ഒരു ആശംസ അറിയിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് അനുരാജിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ അനുരാജിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യമായിട്ട് അനുരാജിന് ഒരു കൺഗ്രാറ്റ്സ് പറയാണ്. ഈ PSC പഠന രംഗത്തോട്ട് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? എൻ്റെ വീട്ടിൽ 2 അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവൻസ് ആണ്. അപ്പൊ അച്ഛൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റ്? റെയിൽവേയിലായിരുന്നു. റെയിൽവേല. അമ്മ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, കേരള സർക്കാരിന്റെ തന്നെ. രണ്ടാളും റിട്ടയർ ആയി. അപ്പൊ അവരുടെ ഒരു പാതയിലാണ്. ഓക്കെ. അപ്പോൾ അവരായിരുന്നു കൂടുതലും മോട്ടിവേറ്റ് ചെയ്തല്ലേ ഇങ്ങനെ ഒരു ഗവൺമെന്റ് സർവീസിൽ കയറണമെന്നുള്ള രീതിയിൽ അല്ലേ? സാധാരണ LLB ഒക്കെ കഴിഞ്ഞ ആൾക്കാർ സാധാരണ അഡ്വക്കേറ്റ്സ് ആയിട്ടൊക്കെ പോവുക ചെയ്യുന്നല്ലേ? അത് ഞാൻ 4 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരികയായിരുന്നു. ഈ എക്സാം വന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയം ഉണ്ടല്ലോ, ലീഗൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തല്ലേ മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്തത്? അതെ. അല്ല, അപ്പോൾ ഈ മാസ്റ്റർ അക്കാഡമിയെ പറ്റി എങ്ങനെ അറിഞ്ഞ? യൂട്യൂബ് വഴിയാണോ, ഏതെങ്കിലും ഫ്രണ്ട്സ് വഴി സജസ്റ്റ് ചെയ്തതാണോ? എങ്ങനെ അറിഞ്ഞ മാസ്റ്റർ അക്കാഡമിയെ പറ്റി? എക്സാം എഴുതുന്നത് നമ്മൾ എല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കമ്പൈൻ സ്റ്റഡി പോലെ ഉണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് ആര് ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓൺലൈനായിട്ടാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ജോയിൻ ചെയ്തു. ഓക്കെ. ഒരുമിച്ച് നിങ്ങളൊരു ബാച്ചായിട്ടാണ് ജോയിൻ ചെയ്തല്ലേ? ഒരുവിധം കുട്ടികൾക്കെല്ലാം ജോലിയായല്ലേ അതിൽ തന്നെ? അതെ. കൂടുതൽ ആൾക്കാർ ലിസ്റ്റിലുള്ള ആളുകളുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ LLB ഒക്കെ പഠിച്ചത് എവിടെയായിരുന്നു? ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിച്ചത്. 2016-21 ബാച്ചിലായിരുന്നു. 16-21 ബാച്ചിലായിരുന്നു മാസമായിട്ട്. അപ്പം നമ്മുടെ ഈ PSC രംഗത്തോട്ട് ആദ്യം വരുമ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇത് പഠിക്കാൻ ഭയങ്കര പാടല്ലേ? അത് പഠിക്കാന്ന് വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് PSC രംഗത്തോട്ട് വരുമ്പം തന്നെ നമുക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയാൻ ഭയങ്കര പാടല്ലേ ഇത്? അപ്പോൾ അതെങ്ങനെ ആ ഒരു പഠന സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോയത്? ആ പഠന രീതി എങ്ങനെയാണെന്ന് പറയാമോ? സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ടെസ്റ്റുകളും സീരീസുകളും അറ്റൻഡ് ചെയ്തിട്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അത് പിന്നെ നമ്മൾ അതിലൂടെ ഫെമിലിയർ ആയി മാറും. അപ്പൊ അതാണ് ഫോളോ ചെയ്ത സ്ട്രാറ്റജി. അപ്പോൾ ഒരു പോർഷൻ പഠിക്കുമ്പോൾ ലീഗൽ അസിസ്റ്റന്റിന്റെ ഒരു പോർഷൻ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും അല്ലേ? അതെ. അപ്പൊ ആ ഡൗട്ടുള്ള നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുമായിരുന്നു, മാസ്റ്റർ അക്കാഡമി ഗ്രൂപ്പിലൊക്കെ ഡൗട്ട് ചോദിക്കുമായിരുന്നു. ഫാക്കൽറ്റീസിന് പേഴ്സണലായിട്ട് മാക്സിമം ചോദിക്കുമായിരുന്നു അല്ലേ? പിന്നെ നമ്മുടെ മെന്റർ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. നല്ല സപ്പോർട്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അപ്പൊ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് തരികയും എല്ലാം ചെയ്യുമായിരുന്നല്ലോ അല്ലേ? അപ്പം ഈ പഠനം ആദ്യം തുടങ്ങിയപ്പം ഏകദേശം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊരു ടൈമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആയതുകൊണ്ട് ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിൽ നോക്കുക. എന്തായാലും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഡെയിലി പഠിക്കാൻ സമയം കിട്ടുമായിരുന്നു ആദ്യമൊക്കെ? അത് പ്രയാസമായിരുന്നു. അഭിഭാഷക ജോലി ചെയ്യുമ്പോൾ പിന്നെ ടൈം തീരെ കുറവായിരുന്നു. പിന്നെ ഈ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നതുകൊണ്ട് നമ്മളെ ഈ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് നോക്കുകയും ചെയ്യാം. അതെ. നമ്മുടെ കൂടുതൽ ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ക്ലാസ്സുകളോ? അതെ അല്ലേ? റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ അതിന്റെ ഗുണം ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അതിന്റെ എക്സാം എഴുതുന്ന ആ ഒരു രീതിയിൽ അങ്ങ് പോകുമായിരുന്നു ഇല്ലേ? പിന്നെ നമ്മുടെ മാസ്റ്റർ അക്കാഡമിയുടെ ഈ സ്റ്റഡി നോട്ട്സ്, അതേപോലെ പ്രിൻ്റ് PDF നോട്ട്സ്, അതേപോലെ മെൻറ്റർഷിപ്പ്, പിന്നെ നമ്മുടെ കണ്ടിന്യൂസ് എക്സാം രീതികൾ, അപ്പോൾ ഇതൊക്കെ ഈ 3ാം റാങ്ക് കിട്ടാൻ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നൊന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് മോക്ക് ടെസ്റ്റുകളാണ്. ഈ ആപ്പിൽ ഉണ്ടാകുന്ന മോക്ക് ടെസ്റ്റ് നമ്മൾ ഫ്രീ ആവുന്ന സമയത്തൊക്കെ തന്നെ മോക്ക് ടെസ്റ്റുകളാണ് കൂടുതൽ ചെയ്തത്. അത് ചെയ്ത മോക്ക് ടെസ്റ്റുകൾ തന്നെ പിന്നെ ചെയ്യും. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എറർ വരും. ആ എറർ വരുന്ന പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് അത് വീണ്ടും ചെയ്യില്ലേ? അതിന്റെ തിയറി സെഷൻ എടുത്ത് നോക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു പാഠം ഉൾക്കൊള്ളാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എക്സാം എഴുതണം. മാക്സിമം എക്സാം എല്ലാ ദിവസവും എഴുതിയാൽ അതിനകത്ത് സ്വാഭാവികമായിട്ട് എറർ വരും. അപ്പോൾ ആ എറർ വരുന്ന പോർഷൻസ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. അപ്പോൾ ഒരു എക്സാം തന്നെ 1-ലധികം തവണ എഴുതണം.
ഇല്ലയോ? എങ്കിൽ മാത്രമേ അത് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ല വ്യക്തപരമായിട്ട് കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ കൺഫർമേഷൻ വന്നതിന് മുമ്പും വന്നതിന് ശേഷവും 2 രീതിയല്ല. അപ്പം വന്നതിന് ശേഷം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? ഇച്ചിരി കൂടെ പഠിത്തം ഒന്ന് ആക്റ്റീവ് ആക്കി തുടങ്ങിയില്ലയോ? കൺഫർമേഷൻ വന്നതിന് ശേഷവും ഇതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കിയത് MCQ തന്നെയാണ്. MCQ തന്നെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാൾ കൂടുതൽ MCQ പുതിയ MCQകൾ പെട്ടെന്ന് ചെയ്യാന്നുള്ള കാര്യമാണ് നോക്കിയത്. അതും ഇതേപോലെ തന്നെ ടൈം കിട്ടുന്ന സമയങ്ങളൊക്കെ തന്നെ MCQ ചെയ്യാന്നുള്ളതാണ്. അത് ആപ്പിൽ പ്രൊവൈഡ് ചെയ്ത MCQ തന്നെ. ഓക്കെ, അതുപോലെ നമുക്ക് ഈ സബ്ജക്റ്റ് ഓറിയന്റഡ് പരീക്ഷ ഉണ്ടല്ലോ, മാസ്റ്റർ അക്കാഡമി പ്രത്യേകിച്ച് ഫോളോ ചെയ്യുന്ന എല്ലാം ഈ സബ്ജക്റ്റ് ഓറിയന്റഡ് പരീക്ഷകളാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ബേസ്, കെമിസ്ട്രി ബേസ്, മാത്സ് ബേസ്, അതുപോലെ എഞ്ചിനീയറിംഗ് ബേസ് ഉള്ളത്. അപ്പോൾ അതുപോലത്തുള്ള കൂടുതൽ സബ്ജക്റ്റ് ഓറിയന്റഡ് ക്ലാസ്സുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഗൽ ലോ ബേസ് ചെയ്ത് ലീഗൽ, അതുപോലെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, അപ്പോൾ ഇതുപോലത്തുള്ള കോഴ്സുകൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ സബ്ജക്റ്റ് ഓറിയന്റഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് അൻരാജിൻ്റെ ഭാഗത്തു നിന്ന് മാസ്റ്റർ കീ അക്കാഡമിയോട് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? അതിപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി പ്ലാനുകളും കാര്യങ്ങളും ഇപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആണ് ഞാൻ പഠന രീതി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതേപോലെ തന്നെ ആപ്പിൽ അതാത് സമയത്ത് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളാണെങ്കിലും അത് കൃത്യമായിട്ട് ഒരു പ്രാവശ്യം ചെയ്താലും അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു കാര്യം നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിലബസ് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. ഇപ്പോൾ PSC ഇപ്പോൾ പുതുതായിട്ട് ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റും അസേർഷനും ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒരു നല്ല രീതിയിലുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് കുറച്ചുകൂടി സുഗമമായ രീതിയിൽ പരീക്ഷ അതേ സിലബസ് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഓരോ ദിവസവും പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ തന്നായിരുന്നു. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ച് ഡെയിലി എക്സാമിൽ എഴുതി. അപ്പം ഡെയിലി എക്സാം എഴുതി തെറ്റു വരുന്ന ചോദ്യങ്ങൾ വീണ്ടും ചെയ്ത് പഠിച്ച് അങ്ങനെയാണ് ഈ 3ാം റാങ്കിലേക്ക് എത്തപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങളും കൃത്യമായിട്ട് ചുമ്മാതെ അവിടുന്ന് ഇവിടുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ഏറ്റവും അൻരാജിനെ കൂട്ട് ഏറ്റവും ഉന്നതമായ റാങ്കിലേക്ക് എത്തപ്പെടത്തുള്ളൂ. അപ്പം അൻരാജ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി, അതായത് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു 3rd റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു? ഇത്രയും ഉന്നതമായ റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു? ഇല്ലല്ല, 3rd റാങ്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം എക്സാം കഴിഞ്ഞ സമയത്ത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു തോന്നിയിട്ടുണ്ട് ബാക്കി എല്ലാവരും. പക്ഷെ എന്നാലും 3rd റാങ്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ? അതെ, കിട്ടിയപ്പോൾ ഒന്നാമത് അൻരാജിൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പം അച്ഛനും അമ്മയ്ക്ക് എന്തോ പറഞ്ഞു കിട്ടിയപ്പോൾ? സന്തോഷമായിരുന്നു, എല്ലാവരും സന്തോഷമായിരുന്നു. അപ്പം മാസ്റ്റർ കീ അക്കാഡമി പഠിച്ച് ലീഗൽ അസിസ്റ്റൻറ്റിൽ 3ാമത്തെ റാങ്ക് കിട്ടി. അപ്പോൾ ഇനി ലീഗൽ അസിസ്റ്റൻറ്റ് എക്സാം ഫോക്കസ് ചെയ്യുന്ന അതിന് ഒത്തിരി ന്യൂകമേഴ്സ് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഉപദേശമുണ്ട്, ഉപദേശിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരാളാണ്. ഇപ്പോൾ അഭിഭാഷകരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരിക്കും ഈ എക്സാമിന് അധികവും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാതെ അതിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നാവും. കാരണം പ്രാക്ടീസിൻ്റെ ഇടയിൽ നമുക്ക് എത്ര തിരക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മളൊരു ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങിയ സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കി പഠിച്ചു തുടങ്ങിയാൽ അത് കൂടുതൽ നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അൻരാജ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ മാസ്റ്റർ കീ അക്കാഡമി ജോയിൻ ചെയ്ത് പഠിച്ചു, 3ാമത്തെ റാങ്ക് കിട്ടി. അപ്പം അൻരാജ് ഫോളോ അപ്പ് ചെയ്ത മാസ്റ്റർ കീ അക്കാഡമിയുടെ സ്റ്റഡി പ്ലാനാണ്, ഡെയിലി ഉള്ള സ്റ്റഡി പ്ലാനാണ്. അതുകൂടാതെ നമുക്ക് കൃത്യമായിട്ട് എക്സാംസ് ഉണ്ടായിരുന്നു, ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് എക്സാം എഴുതി തെറ്റിയ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്ത് പഠിച്ച് മാക്സിമം എക്സാം എഴുതി ഈ 3ാം റാങ്ക് കരസ്ഥമാക്കി. അപ്പം മാസ്റ്റർ കീ അക്കാഡമി വിശ്വസിച്ച് നിങ്ങൾക്കും ഉടൻ തന്നെ മാസ്റ്റർ കീ അക്കാഡമി ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ എല്ലാ വിജയങ്ങൾക്കും മാസ്റ്റർ കീ അക്കാഡമി എന്നും നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അൻരാജിനും ഭാവിയിൽ എല്ലാവിധ വിജയാശംസകളും മാസ്റ്റർ കീ അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് നേരുന്നു. താങ്ക് യു.